ചേട്ടാ ഞങ്ങൾ ഹേട്രെക്സ് മീഡിയ എന്നാണ്. അപ്പോൾ ഈ RC കാറിന്റെ വർക്കിംഗ് കാര്യങ്ങളെ പറ്റി ഒന്ന് പറഞ്ഞുതരാമോ? ഇത് ഫുള്ള് ഇലക്ട്രിക് ആണ്. ഇത് കംപ്ലീറ്റ്ലി ഇലക്ട്രിക് ആണ്. പെട്രോൾ വണ്ടിയും ഉണ്ട്. ഇതെല്ലാം ഹോബി ഗ്രേഡ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിപ്പെട്ട കാർസ് ആണ്. നമ്മൾ നോർമലി ഈ ആമസോണിൽ നിന്നൊക്കെ കിട്ടുന്ന ടൈപ്പ് 1000-2000 രൂപയുടെ കാർസ് അല്ല. ഇത് ഫുൾ ഓഫ് സ്പെഷ്യൽ ബിൽഡാണ് ഈ വണ്ടികൾ മൊത്തം. എല്ലാം കുറച്ച് പ്രോ ലെവൽ കാർസ് ആണ് മൊത്തം. ഇതിന്റെ ഇപ്പോൾ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ അതിന്റെ പല റേസുകൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിൽ പൊതുവെ കുറവാണ്. നമ്മുടെ നാട്ടിലെ കേരളത്തിൽ വളരെ കുറവാണ്, തീരെ ഇല്ല. പിന്നെ നമുക്കിവിടെ ഒരു കൊച്ചിയിൽ ചെറിയൊരു ട്രാക്ക്, നമ്മൾ ടോക്സോൺ എന്ന് പറയുന്നൊരു ക്ലബ്ബുണ്ട്. നമ്മൾ RC കാറിന്റെ ഞങ്ങളൊരു ചെറിയൊരു കൂട്ടായ്മയാണ്. സോ നമ്മൾ ഇവിടെ കൊച്ചിയിലൊരു ചെറിയൊരു ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബാംഗ്ലൂർ, മൈസൂരൊക്കെ മുമ്പ് റേസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊതുവെ കുറവാണ്. കാര്യം ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പിന്നെ ഓരോ വണ്ടികളും ഓരോ സ്പെസിഫിക്കേഷനിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റേസ് വണ്ടി വെക്കണമെങ്കിൽ ഇതൊക്കെ ഇത് പക്ക ട്രാക്കിൽ ഓടിക്കുന്ന ബഗ്ഗീസാണ്. ഇതൊക്കെ ഒരു ഓപ്പൺ കാറ്റഗറി ഓടിക്കാൻ പറ്റുന്ന മോൺസ്റ്റർ ടൈപ്പ് വണ്ടികളാണ്. പിന്നെ ഓൺ റോഡ് കാറുകളുണ്ട്, പിന്നെ ബാഷിങ്ങിന് വേണ്ടിയിട്ടുള്ള വണ്ടികളുണ്ട്, പിന്നെ മോൺസ്റ്റർ ട്രക്ക് ഉണ്ട്, ഒറിജിനൽ മോൺസ്റ്റർ ട്രക്കുകളുണ്ട്. അങ്ങനെ ഓരോ വണ്ടികളും ഓരോ കാറ്റഗറിയാണ്. പിന്നെ ഈ വണ്ടികളൊക്കെ വേറെ ആൾക്കാർ ഇപ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. നമ്മൾ വീഡിയോസ് ഇടാറുണ്ട്. ഇതിനൊക്കെ സെയിൽസ് ഒക്കെ ഉള്ള സമയത്ത് സെയിൽ പോസ്റ്റ് ഇടും. നമ്മൾ വീഡിയോസ് ഇടുന്ന ടൈമിൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് ഏത് വണ്ടിയാണോ വേണ്ടത്, നമ്മളിപ്പോൾ ഏകദേശം ഇതൊരു 1.4 lakhs അടുപ്പിച്ചായ വണ്ടിയാണ്. ഇത് നമ്മളൊരാൾക്ക് വേണ്ടി എടുത്ത വണ്ടിയാണ്. അത് എടുത്ത വണ്ടിയാണ്. അത് ഒരു ഫിലിം പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തതാണ്. ക്യാമറ എല്ലാം വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത സാധനമാണ്. അത് ഇന്ന് നമ്മൾ കൊടുക്കും. ഇവിടെ കൊച്ചിയിലുള്ള ഒരു പുള്ളിക്കാരന് നമ്മളിന്ന് കൊടുക്കും. അങ്ങനെ പല സെയിൽസ് ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഇതിനെപ്പറ്റി വലിയ പിടുത്തമില്ല. കാര്യം ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ സ്പെയർ പാർട്സ് 4 ഇരട്ടി എക്സ്പെൻസീവാണ്. ഇത് വണ്ടിയുടെ 4 ഇരട്ടി എക്സ്പെൻസീവാണ് സ്പെയർ പാർട്സ്. പിന്നെ നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പൊതുവെ ഇതിൻ്റെ അകത്ത് വരും. അങ്ങനത്തുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളില്ല, കുഴപ്പമില്ല. അതിനെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. പക്ഷേ ഈ ഒരു കൾച്ചർ നാട്ടിലോട്ട് വന്നിട്ടില്ല. കൾച്ചർ നാട്ടിലോട്ട് ഇനി ആക്കി എടുക്കണം. പയ്യെ കൊണ്ട് വരും. ഇപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ മനസ്സിലാക്കി തുടങ്ങി. പ്രതീക്ഷിക്കുന്നു. അതെ.